ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. ഇന്ന് നല്ലൊരു ഫേസ് പാക്കും കൊണ്ടാണ് വന്നേക്കുന്നത്. തക്കാളിയുടെ നീര് ചേർത്ത സൂപ്പർ ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നമ്മുടെ മുഖത്ത് ടാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. പിന്നെ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഈ ഒരു ഫേസ് പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കണത് തക്കാളിയുടെ നീരാണ്. ഒരു ഫുൾ തക്കാളി എടുത്തായിരുന്നു കേട്ടോ. നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ മുഴുവനായിട്ടുള്ള നീരെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട സാധനമാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരിപ്പൊടി ഒന്നല്ല കേട്ടോ, ഇതാണ് പഞ്ചസാര പൊടിച്ചതാണ്. മിക്സിയിലെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുത്താണ്. ഇത് നമുക്ക് ഒരു സ്പൂൺ അളവിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം തക്കാളിയുടെ നീര്, പഞ്ചസാര പൊടിച്ചത്, പിന്നെ വേണ്ട സാധനമാണ് ചെറുനാരങ്ങയുടെ നീര്. ചെറുനാരങ്ങയുടെ നീര് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങയുടെ നീരും ചേർത്തു. ഇത് 3 മതിയേ. പഞ്ചസാര പൊടിച്ചതും തക്കാളിയുടെ നീരും പിന്നെ ചെറുനാരങ്ങയുടെ നീരും. മുഖത്ത് ടാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറും. മുഖത്ത് മാത്രമല്ല, ഇപ്പം നമ്മുടെ കൈകളിലും കാലിലൊക്കെ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെ തേക്കണ്ടേ എന്ന് വെച്ചാൽ നമ്മളിത് 2 സ്റ്റെപ്പായിട്ടാണ് തേക്കേണ്ടത്. ആദ്യം ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കുക. ജസ്റ്റ് തേക്കുന്നതിനൊപ്പം തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് മുഖത്തൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ആ നീരാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. ഇതിപ്പം പഞ്ചസാര പൊടിച്ചത് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഒരു സ്ക്രബിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. നമ്മൾ ലൈറ്റായിട്ടാണ് നമ്മളിത് ഈ ഒരു പാക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കഴുത്തിന് ചുറ്റിനും കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്ന നല്ലൊരു ടിപ്പാണിത്. എല്ലാ ദിവസമാണെങ്കിൽ നമുക്കിത് കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. മുഖത്ത് എല്ലാ ദിവസവും തേക്കണമെന്നില്ല കേട്ടോ. ഒരു 3 ദിവസമൊക്കെ, ആഴ്ചയിൽ 3 ദിവസമൊക്കെ തേച്ച് കൊടുത്താൽ മതിയാവുക. ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മൾ ടാനൊക്കെ അടിച്ച് വരില്ലേ, വെയിലത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ വരുവാണെങ്കിൽ ഈ ഒരു പാക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഇനിയിപ്പോൾ പഞ്ചസാരയൊക്കെ നിങ്ങൾക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ മടിയാണെങ്കിലും വിഷമിക്കേണ്ട. തക്കാളിയുടെ നീര് മാത്രം ജസ്റ്റ് മുഖത്തങ്ങ് തേച്ച് കൊടുത്തിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഒന്ന് കഴുകി കളഞ്ഞാലും മതി. അപ്പോൾ നമ്മുടെ മുഖത്തുള്ള ടാനൊക്കെ പെട്ടെന്ന് തന്നെ മാറും കേട്ടോ. ഇത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കുറയാനൊക്കെ നല്ലതാണ്. പിന്നെ ഞാൻ ഇതിൽ ചെറുനാരങ്ങയുടെ നീര് ഞാൻ ചേർത്തത് കൊണ്ട് ചെറിയൊരു കണ്ണിൻ്റെ സൈഡിലൊക്കെ തേക്കുമ്പോൾ ഒരു പുകച്ചിൽ പോലെയൊക്കെ തോന്നും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കണ്ണിന് ചുറ്റും തേച്ച് കൊടുക്കണ്ട. പക്ഷെ എനിക്കതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാർക്ക് ഈ കണ്ണിൻ്റെ സൈഡിലൊക്കെ ചെറുനാരങ്ങ നീരൊക്കെ തേക്കുമ്പോൾ ഒരു പുകച്ചിൽ പോലെയൊക്കെ തോന്നും. പിന്നെ ഈ ഒരു ടിപ്പ് നമുക്ക് ചുണ്ടിലും തേച്ച് കൊടുക്കാവുന്നതാണ്. ചുണ്ടിന് ചുറ്റിനുള്ള കറുപ്പ് കുറയാനും നല്ലതാണ് കേട്ടോ. ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ, തക്കാളിയുടെ നീരൊക്കെ നമുക്ക് ചുറ്റിനൊക്കെ തേച്ച് കൊടുക്കാം. ചുണ്ടിന് ചുറ്റിനുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ്. ഈ സൈഡിലൊക്കെ കറുപ്പുണ്ടാവുമല്ലോ, അതൊക്കെ കുറയാൻ നല്ലതാണ്. എൻ്റെ ചുണ്ടിൻ്റെ ഈ സൈഡിലൊക്കെ നല്ല കറുപ്പുണ്ടായിരുന്നു. നമ്മുടെ ഈ ഭാഗത്തൊക്കെ അതൊക്കെ നാച്ചുറൽ ടിപ്സുകൾ ചെയ്തിട്ടാണ് നന്നായിട്ടങ്ങ് കുറഞ്ഞത്. ഞാൻ കൂടുതലും തക്കാളിയുടെ നീര് തേക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യാരറ്റൊക്കെ ഇല്ലേ, ക്യാരറ്റൊക്കെ ഇങ്ങനെ ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ കടിച്ച് തിന്നുമായിരുന്നു. അപ്പോൾ കടിച്ച് തിന്നുമ്പോൾ നമ്മൾ പല്ലിൻ്റെ ഇടയ്ക്കും ചുണ്ടിൻ്റെ ഈ സൈഡിലൊക്കെ ആ ഒരു ക്യാരറ്റിൻ്റെ നീരൊക്കെ ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് ചുണ്ടൊക്കെ നിറം വയ്ക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് കുഴപ്പമില്ല. അതിനേക്കാളും ഏറ്റവും നല്ലത് ക്യാരറ്റൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നുക. പിന്നെ തക്കാളിയുടെ നീര്, തക്കാളിയൊക്കെ നല്ല പഴുത്ത തക്കാളിയൊക്കെ തിന്നുക കേട്ടോ. തക്കാളിയുടെ തൊലിയൊക്കെ കളയണേ. തക്കാളിയുടെ തൊലി കിഡ്നിക്ക് അത്രയും നല്ലതല്ല. അപ്പോൾ ഞാനിത് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴുത്ത് തേച്ച് കൊടുക്കുന്നില്ല കേട്ടോ, മുഖത്ത് മാത്രമേ തേച്ച് കൊടുത്തിട്ടുള്ളൂ. ഈ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്യാമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കാവേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് മുഖത്തൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുവാണ്. ഇത് പഞ്ചസാരയുടെ ആ ഒരു നീര് മുഖത്തങ്ങ് തേക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഇങ്ങനെ ഡ്രൈ ആവും കേട്ടോ. ഡ്രൈ ആയിട്ട് ഇങ്ങനെ വലിഞ്ഞ് മുറുകും. അന്നേരം നമുക്കതൊന്ന്
കഴുകിയെടുത്താൽ മതിയാവും കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമുക്കിത് കഴുത്തിലൊക്കെ എല്ലാ ദിവസവും ഈ ഒരു പാക്ക് തേക്കാവുന്നതാണ്. ഇത്തിരി പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്ത് ഒന്ന് ഡപ്പിലൊന്ന് എടുത്ത് വെച്ചാൽ മതിയാവേ. തേച്ചത് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യുക. ഇത്ര മതി കേട്ടോ. ഇനി ഡ്രൈ ആകുമ്പോൾ നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്. ഇത് ഞാൻ കഴുത്തിലും കൈകളിലൊക്കെ തേച്ച് കൊടുക്കും കേട്ടോ. അപ്പം ഒന്ന് ഡ്രൈ ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണാവേ. മുഖത്ത് വെച്ച പാക്ക് ഡ്രൈ ആയിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു ഒട്ടിപ്പിടുത്താണ് കേട്ടോ. അപ്പം ഞാൻ നല്ല വൃത്തി ഒന്ന് കഴുകിയിട്ട് വേഗം വരാവേ. നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. കണ്ട, പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ കഴിയും കേട്ടോ. ടാനൊക്കെ പിടിച്ച മുഖമൊക്കെ ആണെങ്കിൽ ആ ടാനൊക്കെ മാറി മുഖം നല്ല നിറം വയ്ക്കും കേട്ടോ. അത്രയ്ക്ക് നല്ല സൂപ്പർ പാക്കാണ്. തക്കാളിയുടെ നീരും പഞ്ചസാര പൊടിച്ചതും അതിൻ്റെ കൂടെ തന്നെ ചെറുനാരങ്ങയുടെ നീര് നമുക്ക് കഴുത്തിലൊക്കെ തേക്കുവാണെങ്കിൽ ചെറുനാരങ്ങ നീര് ഇച്ചിരി കൂടിപ്പോയാലും പ്രശ്നമില്ല. അപ്പോൾ മുഖത്തായതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പം വെയിലൊക്കെ കൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ കരുവാളിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ പാക്ക് തേച്ച് നോക്ക്, നല്ല റിസൾട്ട് കിട്ടും. ഇതേ രീതി തന്നെ തേച്ച് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല. വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.